ഫ്ലൈറ്റിനകത്താണുള്ളത്. എയർ ഹോസ്റ്റസ് ഹിന്ദിയിൽ സംസാരിക്കും. നിങ്ങൾ കയറുമ്പോൾ തന്നെ പറയാറുണ്ട് ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് ഇവിടെ അവൈലബിൾ ആണെന്ന് പറയാറുണ്ട്. ഹിന്ദി നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ എയർ ഹോസ്റ്റസിനോട്? അവരതേ പറയും. എയർ ഇന്ത്യയിലോ ഇന്ത്യയിലേക്ക് വരുന്ന അധിക വിമാനങ്ങളിലും എയർ ഹോസ്റ്റസ്മാരിൽ അധികവും ഹിന്ദിക്കാരെന്തായാലും ഉണ്ടാവും. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 3 പോയിന്റാണെന്ന് പറയുന്നത്. ഒന്ന്, എൻ്റെ ഈ ബാഗ് പെട്ടി കുറച്ച് വലിപ്പവും ഘനമുണ്ട്, ഇതൊന്ന് റാക്കിൽ വെക്കാൻ ഹെൽപ്പ് ചെയ്യുമോ? പറയാൻ പറ്റുമോ? നമ്മൾ ആകെ കുടുങ്ങിയത്. എനിക്കൊരു പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഒറ്റക്കത് വെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ പറയാം, क्या मेरी मदद कर सकती हैं आप ये പെട്ടി ऊपर रखने के लिए, അല്ലെങ്കിൽ मेरी सामान ऊपर रखने के लिए जरा मदद कर सकते हैं. ഓക്കെ, जरा എന്നാണ് ജസ്റ്റ്. आप मेरी मदद कर सकते हैं, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരാമോ? അതൊന്നും പറയണം. മുझे ഹെൽപ്പ് കർണ चाहिए, മുझे ഹെൽപ്പ് ദീജിए. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായം. ഓക്കെ, അപ്പം എന്താണ്? ഒന്ന്, ഏ സാമാൻ, സാധനത്തിന് സാമാൻ എന്ന് പറയും. അല്ലെങ്കിൽ ഈ പെട്ടി ऊपर रखने के लिए, ऊपर रखने के लिए मेरी मदद चाहिए, आपकी मदद चाहिए, നിങ്ങളുടെ സഹായം എനിക്ക് വേണം. ഓക്കെ, അപ്പം എനിക്ക് സഹായം വേണമെന്നോ നിങ്ങൾക്ക് ഏത് ആംഗിളിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒന്നാമത്തതായി. ഓക്കെ, മേലെ സാധനങ്ങൾ വെക്കുന്നതാണ് ചോദ്യം. രണ്ടാമത്തത്, നമ്മൾ ചില വിമാനത്തിലൊക്കെ വരുമ്പോൾ തണുത്ത് വിറക്കും. അപ്പോൾ എ സി എന്തായിരുന്നാലും ഒഴിവാവില്ല, കാരണം അത് തണുപ്പുണ്ടാവും. നമുക്കൊരു കമ്പിളി വേണം, നമുക്കൊരു പുതപ്പ് വേണം. അപ്പോൾ മേഡത്തിനോട് ചോദിക്കാൻ ഒരു മാർഗമല്ല. ഹിന്ദിയാണ്, ഹിന്ദിക്കാരിയാണ്. എയർ ഹോസ്റ്റസിനെ വിളിക്കുന്നു. മേഡം മുझे जरा कंबल दे सकते हैं, मुझे जरा कंबल दे सकते हैं. കമ്പിളിക്ക് കമ്പൽ എന്ന് പറയും, പുതപ്പിന് കമ്പൽ എന്ന് പറയും. मुझे जरा ये कंबल दे सकते हैं, ये ठंडे तो बहुत तेज हैं, ठंडे तो बहुत तेज हैं എന്ന് പറഞ്ഞാൽ തണുപ്പ് ഭയങ്കര പവറാണ്. തേജ് എന്ന് പറഞ്ഞാൽ മൂർച്ചുള്ളത്, പവർ ഉള്ളത് എന്നൊക്കെ അർത്ഥം പറയാം. ഓക്കെ, ठंडा बहुत तेज हैं, मुझे एक कंबल दे सकते हैं. രണ്ടാമതായില്ലേ. മൂന്നാമത്, നമ്മൾ ഒരാളോട് അപ്പം ഇതൊക്കെ ആയി, പിന്നെ സുഖമില്ല, എന്നിട്ട് തണുപ്പ് പോകുന്നില്ല, പ്രശ്നമാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് പറയാം എനിക്ക് സുഖമില്ല, मुझे तबीयत ठीक नहीं है, मेरी तबीयत ठीक नहीं. അങ്ങനെ പറയാം, मेरी तबीयत ठीक नहीं है, दवा मिल सकती है, दवा मिल सकते हैं, വല്ല ടാബ്ലറ്റും കിട്ടുമോ? അപ്പം मेरी तबीयत ठीक नहीं है, तबीयत ठीक नहीं है, എനിക്ക് സുഖമില്ല എന്നാണ് പറഞ്ഞത്. जो दवा मिल सकती है, എന്തെങ്കിലും മെഡിസിൻ കിട്ടുമോ? അപ്പോൾ 3 വാക്ക് നമ്മൾ പഠിച്ചു. ഒന്ന്, റാക്കിൽ സാധനങ്ങൾ വെക്കാനുള്ള ഹെൽപ്പ്. 2, ഒരു പുതപ്പ് വാങ്ങാനുള്ള സഹായം. 3, എന്തെങ്കിലും മരുന്ന് കിട്ടുമോ, എനിക്ക് സുഖമല്ല. ഈ 3 വാക്കും നിങ്ങളത് പറഞ്ഞു നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഹിന്ദിക്കാരെ പോലെ പറയണോ, ഹിന്ദിക്കാരോട് ധൈര്യമായി പറയണോ, ഹിന്ദി ഫോളോ ചെയ്യുക. ധന്യവാദ്, ബഹുത് ശുക്രിയ.